ഒളിമ്പിക്സ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാകാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ അവരോർത്തു ക്രിസ്ത്യാനിറ്റീനെ അങ്ങോട്ട് എന്താ പറയുക അപമാനിച്ചിട്ട് അവർക്ക് ഓടിക്കളയാമെന്നല്ലേ. പക്ഷേ സാർ, ലോകത്തുള്ളവരെല്ലാം ബോധമുള്ളവർക്ക് തന്നെയാണൊക്കെ. നിങ്ങൾക്കൊരു റിലീജിയനെ അങ്ങ് അപമാനിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഒരുപാട് പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ്. ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെ ഇമ്മോറലായിട്ടുള്ള പ്രോഗ്രാമാണെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ശരിയാണ്, നമുക്കറിയാം ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മളതിനെ പുകി വെച്ചേക്കുന്നത് അല്ലേ. രാജ്യങ്ങൾക്ക് ഗോൾഡ് മെഡൽ മേടിക്കാം, ഓരോരോ ആൾക്കാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാം. പക്ഷേ ആ കഴിവ് തെളിയിക്കേണ്ട വേദിയില്ല, കഴിവ് മാത്രമേ തെളിയിക്കാവുള്ളൂ. അല്ലാതെ അവിടെ നാടിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളും മറ്റേ പ്രകൃതി വിരുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ഒരാളുടെ മതത്തിനെ അപമാനിക്കുക, പ്രകൃതി വിരുദ്ധമായിട്ട് പ്രായപൂർത്തിയായ പിള്ളേരെയും പ്രായപൂർത്തിയാകാത്ത അത്ലറ്റ്സിനെയും കൊണ്ടൊരു വില്ലേജിലിട്ട് അങ്ങോട്ടേക്ക് 3 ലക്ഷം കോണ്ടം കൊടുക്കുന്നതൊന്നും വലിയ നല്ല കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഒളിമ്പിക്സ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോഴെങ്കിലും ബോധം വന്നോന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും വരത്തില്ലായിരിക്കും. കാരണം ഇനി വരുന്ന ഒളിമ്പിക്സിൽ ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഇമ്മോറൽ ഇതാണല്ലോ ചെയ്യുന്നത് അവിടെ. അതായത് അറുത്ത് കഴിക്കും ഉപ്പ് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നവന്മാർ. സോ എന്തൊക്കെയായാലും ഇത് ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ബോയ്ക്കോട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല സുഹൃത്തുക്കളെ. ചുമ്മാ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു പ്രോഗ്രാം മാത്രമാണത്.